ആലത്തൂർ LDF സ്ഥാനാർത്ഥിയും മന്ത്രിയുമായ കെ രാധാകൃഷ്ണനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം? ആദ്യഘട്ടം എവിടം വരെ എത്തി? തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളെ, വ്യക്തികളെ കാണലും സ്ഥാപനങ്ങളൊക്കെ പോലാണ്. അതുപോലെ തന്നെ റോഡ് ഷോ ഇപ്പോൾ ഇവിടെ ഒന്ന് ആലത്തൂരും തരൂരും കുന്നംകുളം കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലത്ത് റോഡ് ഷോ ഇല്ല. എല്ലാ മണ്ഡലത്തിൽ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളും ഇപ്പോൾ ഒരുവിധം പര്യടനം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പര്യടന പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തെ ഒരു മന്ത്രി മത്സരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്, അപ്പോൾ അത്രത്തോളം പ്രാധാന്യമുണ്ട്. ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ആളുകളെ കാണുമ്പോൾ? ഈ തെരഞ്ഞെടുപ്പ് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത്യന്തം പ്രാധാന്യത്തോടു കൂടിയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത്. നമ്മുടെ നാടിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. നിലവിലുള്ള നമ്മുടെ ജനാധിപത്യ രാജ്യമാണല്ലോ നമ്മുടെ. ആ ജനാധിപത്യ രാജ്യമായിട്ട് ഇന്ത്യ നിലനിൽക്കുമോ എന്നുള്ള സംശയം ഉയരുന്ന ഒട്ടേറെ സംഭവങ്ങളാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ രാജ്യത്ത് ആകെ ഉണ്ടായതെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെയാണ് നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന രാജ്യമാണ്. ആ ഫെഡറൽ സംവിധാനത്തിനെയും തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് കേരളത്തിന് കിട്ടേണ്ട വിഹിതം കടമെടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചതിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി തന്നെ പറയേണ്ടി വന്നു കടമെടുക്കാൻ. ഒരു രാജ്യത്തെ ഒരു സംസ്ഥാനത്തിന് കടമെടുക്കണമെങ്കിൽ പോലും കോടതി ഇടപെടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ ഫെഡറൽ സംവിധാനം എവിടേക്ക് പോയി എന്നുള്ളതാണ് നാം തിരിച്ചറിയുന്നത്. ഒപ്പം തന്നെ ഈ ഫെഡറൽ സംവിധാനം തകർക്കുന്ന നിലപാടാണ്. നമ്മുടെ ഈ ഫെഡറൽ സംവിധാനമൊക്കെ നിലനിൽക്കുന്ന നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ ഭാവിയിൽ ആ ഭരണഘടന പോലും തകർക്കപ്പെടുമെന്നുള്ള ആശങ്ക പൊതുവായിട്ട് ഉയർന്നു വരുന്ന സമയമാണ്. അപ്പോൾ മനുഷ്യന്റെ ജനാധിപത്യ അവകാശങ്ങളും ഭരണഘടന നൽകുന്ന അവകാശങ്ങളും എല്ലാം തന്നെ പതുക്കെ ഇല്ലാതാവുക. അതോടൊപ്പം തന്നെ നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമായി നിലനിൽക്കുക. എന്തുകൊണ്ടെന്നാൽ വ്യത്യസ്ത ജാതികളും മതങ്ങളും സംസ്കാരങ്ങളും എല്ലാം സമന്വയിച്ച ഒരു ഭൂമിയാണ് നമ്മുടെ ഭാരതം. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണ് എന്ന് ദേശീയ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആ ഭരണഘടനയിൽ തന്നെ എഴുതി വെച്ചത്. അപ്പം മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാവരും യോജിച്ച് ജീവിക്കുക എന്നുള്ളതാണ്, അല്ല വേറെ പ്രത്യേകത ഒന്നുമല്ല. എല്ലാ മനുഷ്യർക്കും തുല്യമായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും ഉണ്ടാകുകയാണ്. അപ്പം ആ തുല്യമായ സ്വാതന്ത്ര്യവും അവകാശവും നിഷേധിക്കപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ പൗരസ്വാതന്ത്ര്യം ഇല്ലാതാകുമെന്ന് പറയുന്നത് നമ്മുടെ മതേതരത്വം പോലും ഇല്ലാതാകുന്ന സ്ഥിതിയിലേക്ക് പോവുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. കക്ഷി രാഷ്ട്രീയ ജാതിമത ചിന്താഗതിക്ക് അതീതമായിക്കൊണ്ട് എല്ലാ ഇന്ത്യൻ ജനതയും ഉയർന്നു പ്രവർത്തിക്കുക. നമ്മുടെ നഷ്ടപ്പെടുമെന്ന് കരുതുന്ന കാര്യങ്ങളെല്ലാം വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള വലിയൊരു പോരാട്ടം നടത്തേണ്ടതാണ് ഈ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതിന്റെ ഗൗരവം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ലപോലെ തിരിച്ചറിയുകയാണ്. ആ തിരിച്ചറിവിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാട്ടിലെ ജനങ്ങളും തിരിച്ചറിയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ 5 വർഷക്കാലം 19 തൊട്ട് 24 വരെ 5 വർഷക്കാലം ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്നില്ല. ഇടതുപക്ഷങ്ങളിലെ അംഗസംഖ്യ വളരെ കുറഞ്ഞുപോയി. ആ സമയത്താണ് ജനവിരുദ്ധ നിയമനിർമ്മാണങ്ങളെല്ലാം നടപ്പിലാക്കാൻ വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ കേന്ദ്ര BJP ഗവൺമെന്റ് ശ്രമിച്ചത്. ആ നിയമങ്ങളെല്ലാം തന്നെ നാടിനും ജനങ്ങൾക്കും ദ്രോഹമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടതായിരുന്നു. അങ്ങനെ ചെറുത്തു തോൽപ്പിക്കാനുള്ള സ്ട്രെങ്ത് ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്നില്ല. മറ്റു കക്ഷികളാണെങ്കിൽ ആ പ്രാധാന്യത്തോടുകൂടി ഇത് കാണുകയും ചെയ്തില്ല. എണ്ണത്തിൽ കുറവാണെങ്കിൽ പോലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് അതിനെതിരായിട്ടുള്ള പോരാട്ടം പാർലമെന്റ് അകത്തും പുറത്തും നടത്തിയത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആഗ്രഹിക്കുന്നൊരു കാര്യം ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷങ്ങളുടെ അംഗസംഖ്യ വർദ്ധിക്കുമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ വർദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ അവസ്ഥ വരുമായിരുന്നില്ല. നമ്മുടെ പ്രതിഷേധങ്ങളെങ്കിലും ശക്തിപ്പെടുത്താൻ വേണ്ടി ഇടതുപക്ഷങ്ങളുടെ അംഗസംഖ്യ ഇന്ത്യൻ പാർലമെന്റിൽ വർദ്ധിക്കണം എന്നാണ് ഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്നത്. ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ അതേ മാതൃകയിലേക്ക് ഇപ്പോൾ കേരളത്തിൽ നിന്നും സംഘപരിവാറിന്റെ പാളയത്തേക്ക് കൂടുതൽ ആളുകൾ, ഇപ്പോൾ ഏറ്റവും അവസാനം പത്മജയാണ് ഇപ്പോൾ പോകുന്നത്. പൊതുവേ ഇത് നല്ലൊരു പ്രവണതയല്ല കേരളം പോലുള്ള സ്ഥലത്ത്. നമ്മുടെ മനുഷ്യന്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് അവർക്ക് എപ്പോഴും ഓപ്പർച്യൂണിസ്റ്റുകളായി മാറാനാണ് ആഗ്രഹം. എവിടെ നിന്നാലാണ് നേട്ടം എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തിക്കുന്ന ആളുകൾക്കാണ് അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ.
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല, പൊതുസമൂഹത്തിന്റെ താല്പര്യത്തിന് വേണ്ടി നമ്മൾ ഏത് സ്റ്റാൻഡ് എടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള ചോദ്യം. വ്യക്തിപരമായിട്ടുള്ള താല്പര്യം അന്വേഷിച്ച് പോകുമ്പോൾ ചിലപ്പോൾ അവർക്ക് ആ നേട്ടമുണ്ട്. വ്യക്തിപരമായ താല്പര്യമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും താല്പര്യമാണെങ്കിൽ ഇന്ന് രാജ്യത്ത് നടക്കുന്ന അസമത്വങ്ങളും അനീതികളും ഒരു കാരണവശാലും നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിനെതിരായിക്കൊണ്ടുള്ള ഫൈറ്റായിട്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ മാറ്റേണ്ടത്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേവലം വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നും അത് ഒരു വ്യക്തമായ രാഷ്ട്രീയ ആശയ സമരം തന്നെയാണ്. അതിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നു. കേവലം സ്ഥാനാർത്ഥികൾക്കപ്പുറത്ത് നമ്മുടെ രാജ്യവും ജനങ്ങളും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് അത് പരിഹാരമുണ്ടാക്കുക എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേടുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് അനുകൂലമായിട്ട് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ വിധിയെഴുതുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ കോൺഗ്രസിന് വലിയ പ്രതിരോധത്തിലാക്കുമോ ഈ പത്മജയുടെ ഒരു സംഘപരിവാർ ബാന്ധവൊക്കെ? പറയേണ്ടത് അതൊക്കെ അവർ പറയാം. ഫൈനലായിട്ട് വരാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അതൊക്കെ കോൺഗ്രസ് പാർട്ടിയുടെ കാര്യങ്ങളാണ്. കോൺഗ്രസിലെ ഉന്നതരായിട്ടുള്ള നേതാക്കൾ, മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ആളുകൾ, കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള ആളുകൾ, PCC പ്രസിഡന്റുമാർ എല്ലാം അവർ നേരെ ചെന്ന് കയറുന്നത് എവിടെയാണെന്ന് നമ്മൾ കാണുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഭിക്ഷാന്തേഹികളായി മാറിക്കഴിഞ്ഞാൽ എവിടെയും പോയി കയറും. അതിന്റെ ഒരു അവസരങ്ങളുടെ അഭാവം എന്ന് പറയാൻ പറ്റുമോ? അവസരത്തിന്റെ മാത്രമല്ല, എല്ലാവർക്കും കിട്ടുമോ? ഒരു പാർട്ടിയിൽ ഇപ്പോൾ ഒരു MP ക്കല്ലേ, ഒരു പാർലമെന്റ് അംഗത്തിനല്ലേ ഒരു പാർട്ടിക്ക് സ്ഥാനം കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ പാർട്ടിയിൽ വേറെ എത്രയോ ആളുകളുണ്ട്, അവർക്ക് എല്ലാ അവസരം കൊടുക്കാൻ പറ്റും. അസംബ്ലി ഇലക്ഷൻ വരെ ഒരാൾക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു പഞ്ചായത്ത് വാർഡ് ഇലക്ഷൻ ഒരാളോ ഉള്ളൂ, ആണോ? അപ്പോൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരാൾക്കാണ് റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്നത്. ആ പാർട്ടിയും ആ പ്രസ്ഥാനത്തെയും റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഒരാൾ വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരാളല്ല പ്രശ്നം, ഒരാശയത്തെ പ്രതിനിധീകരിച്ചാണ് ഇടതുപക്ഷ മുന്നണി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്. സ്ഥാനാർത്ഥിക്കല്ല പ്രാധാന്യം, മറിച്ച് ഇടതുപക്ഷ ആശയത്തിന് പ്രാധാന്യം കൊടുത്ത് ആ ആശയത്തിന്റെ റെപ്രസെന്റേറ്റീവായിട്ടാണ് നമ്മൾ മത്സരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ആലത്തൂരിലേക്ക് വരാം. ആലത്തൂരിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷത്തിന് അത്രയും സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്. CPM-ന്റെ ഒരു കോട്ടയായിട്ട് തന്നെ അറിയപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയാണ്. കഴിഞ്ഞ തവണ പക്ഷേ അവിടെ നഷ്ടപ്പെട്ടു. കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ട വോട്ടുകളിൽ വലിയ രീതിയിലുള്ള അടിയൊഴുക്കുകൾ ഉണ്ടായി. അതെല്ലാം പരിഹരിക്കാനുള്ള ആ രീതിയിൽ പൂർണ്ണമായും ആ പഴുതടച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെയാണ് നടക്കുന്നത്. 19 നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ മാത്രമാണ് ഇടതുപക്ഷം ജയിച്ചുള്ളൂ. ആലപ്പുഴ മാത്രമാണ് ജയിച്ചുള്ളൂ. 19 സീറ്റും പരാജയപ്പെട്ടു. പിന്നീട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇടതുപക്ഷത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആണ് ഒരു സീറ്റും കൂടി വർദ്ധിച്ചു. 2 സീറ്റ് 18 സീറ്റ് UDF ആയിരുന്നു. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരുന്ന വലിയ പ്രചാരവേല സംഘടിപ്പിച്ചു. എന്നാൽ 2001 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചരിത്രത്തിലെ വലിയ വിജയത്തിലേക്കാണ് നീങ്ങിയത്. അതായത് തുടർച്ചയായിട്ട് 2ാം വട്ടവും ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് വരിക എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്. ആ 2016 അധികാരത്തിൽ വന്ന സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് 2021 വീണ്ടും അധികാരത്തിൽ വന്നു എന്ന് മാത്രമല്ല 2016 കേവലം 93 സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് വന്നെങ്കിൽ 2021 99 സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് അധികാരത്തിൽ വന്നത്. അപ്പോൾ 19 തോറ്റു, ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും തോറ്റു. എന്നിട്ടും പെട്ടെന്ന് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ചു വന്നു. അതുപോലെ തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലും എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെയും തോൽവി സംഭവിച്ചു കഴിഞ്ഞ പ്രാവശ്യം. അത് സ്റ്റേറ്റിലാകെ ഉണ്ടായ ഒരു പ്രതികരണം നമ്മുടെ മണ്ഡലത്തിലുണ്ടായി. ഇടതുപക്ഷ മുന്നണിക്ക് യാതൊരു തരത്തിലുള്ള പോറൽ വേറ്റില്ല എന്ന് പിന്നീട് 2021 തെരഞ്ഞെടുപ്പിൽ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും തെളിയിച്ചിട്ടുണ്ട്. 2019 ശേഷം 2020 നടന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ, അതിനുശേഷം നടന്ന 21 അസംബ്ലി തെരഞ്ഞെടുപ്പിലും മുന്നേറ്റം ഉണ്ടാക്കാൻ, തീർച്ചയായിട്ടും 2024 നടക്കുന്ന പാർലമെന്റിലേക്ക് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നമ്മുടെ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉജ്ജ്വലമായ വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരോ നേതാക്കളോ മാത്രമല്ല, ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കരുത്ത് ഏകേണ്ടതാണ് എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട്. ആ ചിന്താശക്തി നഷ്ടപ്പെടാത്ത ആളുകളെല്ലാം ഇടതുപക്ഷ മുന്നണിയെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം ഇപ്പോൾ തന്നെ സജീവമായി കഴിഞ്ഞു. അതാണ് പല സ്ഥലത്തും ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്നത്.
കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷ മുന്നണിക്കെതിരായി നിന്നിരുന്ന ആളുകൾ, ഇടതുപക്ഷ മുന്നണിക്കെതിരായി പ്രവർത്തിച്ച ആളുകൾ, വോട്ട് ചെയ്ത ആളുകൾ, അവരാണ് മുന്നിൽ നിന്ന് ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ 20 പാർലമെന്റ് മണ്ഡലങ്ങളും നമുക്ക് ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ട് ആലത്തൂർ മണ്ഡലത്തിലും നമുക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകർ തിരിച്ചറിയുന്നത്. അപ്പോൾ ചേലക്കരയിൽ എന്തായാലും ബൈ ഇലക്ഷൻ ഉണ്ടാവും. അത് ശേഷം പറയാം, നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാം. ശരി, ഓക്കെ. ജനങ്ങളാണ് തീരുമാനിക്കുന്നത്, ആത്യന്തികമായിട്ട് തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. ജനങ്ങളെ തീരുമാനത്തിന് വിടുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആ ജനങ്ങളെ എക്കാലത്ത് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പ് നിൽക്കുമ്പോഴും ജനങ്ങളാണ് വിജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചത്. തീർച്ചയായിട്ടും ആ ജനങ്ങൾ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ കാര്യമൊക്കെ ചിലപ്പോൾ സംഭവിക്കും. എന്തായാലും വലിയ വിജയപ്രതീക്ഷ LDFന് തന്നെ വലിയ വിജയപ്രതീക്ഷ ഉണ്ട് എന്നാണ് ആലത്തൂർ LDF സ്ഥാനാർത്ഥിയും മന്ത്രിയുമായ കെ രാധാകൃഷ്ണൻ പറയുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ഒരു സാഹചര്യമല്ല, അതായത് കഴിഞ്ഞ തവണ ഉണ്ടായ ഒരു ട്രെൻഡ് അല്ല, ഇത്തവണ ഇടതുപക്ഷത്തിൽ നിന്ന് കൂടുതൽ ആളുകൾ പാർലമെന്റിൽ എത്തേണ്ടതുണ്ട് എന്നുള്ളൊരു ചിന്ത ജനങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിജയസാധ്യത കൂടുതലാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം S വിനേഷ് കുമാർ, News 18 പാലക്കാട്.